1998 മുതൽ മലപ്പുറം ജില്ലയിൽ കോട്ടാക്കൽ ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ സർവീസ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് പുതുതലമുറയ്ക്ക് ദിശാബോധമേകിക്കൊണ്ട് വളർന്ന് പന്തലിച്ച് കേരളത്തിൽ തന്നെ 15ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കേരളത്തിന് പുറത്ത് ന്യൂഡൽഹി, ഹൈദരാബാദ്, ആസാം തുടങ്ങിയ സ്ഥലങ്ങളിലും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ദുബായ്, കുവൈത്ത്, കാമറൂൺ, ഗുനിയ, ഐവറി കോസ്റ്റ് ഇവിടങ്ങളിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വലിയ തോതിൽ സർവീസ് സെന്റർ നെറ്റ്വർക്കുകളും ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് വിതരണം ചെയ്യുന്ന സവിശേഷമായ ട്രേഡിംഗ് ഡിവിഷനുകളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യ ഗവൺമെന്റിന്റെയും ദുബായ് ഗവൺമെന്റിന്റെയും അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ 52 രാജ്യങ്ങളിൽ നിന്നായി 12,500-ലധികം വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അവർ UK, USA, യൂറോപ്പ്, ആഫ്രിക്ക ഉൾപ്പെടെ 54 രാജ്യങ്ങളിലായി ഇന്ന് ജോലി ചെയ്യുന്നവരും ബിസിനസ് ചെയ്യുന്നവരുമുണ്ട്. അതുപോലെ TSSCന്റെ അംഗീകാരമുണ്ട്. കേന്ദ്ര മാനവ വികസന വകുപ്പിന്റെ കീഴിൽ TSSC, അതിന്റെ NSDC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ കേരള VHSCന്റെ കരിക്കുലം, അതായത് നമ്മുടെ കേരള സർക്കാരിന്റെ സമഗ്ര ശിക്ഷ കേരള കരിക്കുലം കമ്മിറ്റിയിൽ അംഗമാണ്. പിന്നെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് തെലങ്കാന സർക്കാരുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഗൂഗിൾ സെറിയുടെ മൊബൈൽ റിപ്പയർ അക്സിലേറ്റർ പ്രോഗ്രാമിൽ നമ്മളാണ് അതിൽ സഹകരിച്ചിട്ടുണ്ടായിരുന്നത്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ പാവപ്പെട്ട ഒരു 100 വിദ്യാർത്ഥികൾ നമ്മൾ ഈ മേഖലയിൽ അവർക്ക് വേണ്ട ടെക്നിക്കലി ആയിട്ടുള്ള റിപ്പയർ ചെയ്യാനുള്ള കഴിവ് അത് നമ്മൾ ഈ ഒരു സംഭവത്തിലൂടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓരോ മാസത്തിലും ഏകദേശം ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഒരു വിദ്യാർത്ഥി വിദേശത്തേക്ക് നമ്മളെ ട്രെയിനിങ്ങും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രെയിനിങ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. ഇവർക്ക് തുടക്കത്തിൽ ഏകദേശം 2 വർഷത്തെ ഒരു ആനുവലി ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു 12 ലക്ഷം ടു 15 ലക്ഷത്തിന് ഉള്ളിലുള്ള ഒരു സാലറി പാക്കേജുകൾ തന്നെ ഇവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു 12,500 അലുമിനീസ് തന്നെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് ഒക്ടോബർ 10-ാം തീയതി നമുക്ക് ബ്രിഡ്കോൺ 26 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കോഴിക്കോട് ഫറൂഖില് മലബാർ മറീനയിൽ വെച്ച് നടക്കുന്നുണ്ട്. പിന്നെ ഇത്രയാണ് നമ്മുടെ പരിപാടികൾ വരുന്നത്. പിന്നെ നമ്മുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് 10-ാം തീയതി വരുന്ന ശനിയാഴ്ച അടുത്ത 29/8/2026 ഇൻസ്റ്റിറ്റ്യൂഷൻ പുതുക്കി പണിതതിന്റെ ഉദ്ഘാടന കർമ്മം അഡ്വക്കേറ്റ് N. ശംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഹൈടെക് ലാബ് ഉദ്ഘാടനം ഒറ്റപ്പാലം MLA പ്രേംകുമാർ സാറ്, അഡ്വക്കേറ്റ് പ്രേംകുമാർ സാറാണ് നിർവഹിക്കുന്നത്. അതേപോലെ കോൺവെക്കേഷൻ സെറിമണി പട്ടാമ്പി MLA മുഹ്സിൻ സാർ നിർവഹിക്കുന്നതാണ്. ഇവിടെ ബ്രിഡ്കോ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വിദ്യാർത്ഥി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുന്നത് ഒരു ജോലി വേണം, അതിനൊരു കൈത്തൊഴിൽ വേണം എന്ന ലക്ഷ്യത്തോടെയാണ്. അങ്ങനെ വന്ന ഒരു വിദ്യാർത്ഥിയെ ബ്രിഡ്കോ ചെയ്തു കൊടുക്കുന്നത് അവർക്ക് പഠനം നൽകി, ആ പഠനത്തോടൊപ്പം ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള പഠനം കൂടെ നൽകി, അവർക്ക് നാഷണൽ എക്സ്പീരിയൻസും ഇന്റർനാഷണൽ എക്സ്പീരിയൻസും നൽകി, അവരെ ഒരു ജോലിക്കാരൻ എന്നുള്ളതിൽ നിന്ന് മാറ്റി ഒരു ഗ്ലോബൽ എന്റർപ്രണർ, ഒരു വ്യവസായ സ്ഥാപനം തന്നെ തുടങ്ങാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാക്കി മാറ്റുകയാണ് ബ്രിഡ്കോ ചെയ്യുന്നത്. ഇതിനായിട്ട് നമ്മൾ ഓരോ ലെവലുകൾ തിരിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഒരു കുട്ടി പഠിക്കുന്നത് ലെവൽ 1, അങ്ങനെ ലെവൽ 10 വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് ഒരു ലക്ഷ്യബോധം തന്നെ ക്ലാസ്സിൽ തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഒരു കുട്ടി ആദ്യം ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രെയിനിങ്, നേരത്തെ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രെയിനിങ്, അത് ലെവൽ 1 വരും. പിന്നെ ആളെ ഇൻഡസ്ട്രിയൽ ഫിറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഡൽഹി, അതുപോലെ ആസാം, ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് നമുക്ക് സെന്ററുകളുണ്ട്. അവർക്ക് നമ്മളെ അങ്ങോട്ട് പറഞ്ഞയച്ച് വേണ്ട OJT, അതുപോലെ പ്രിപ്പറേഷൻ, പിന്നെ പോസ്റ്റിംഗ് കൊടുത്തു കഴിഞ്ഞിട്ട് തിരിച്ചു വരും. അവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ പ്ലേസ്മെന്റ് സപ്പോർട്ട് കൊടുത്ത് ദുബായ് പോലെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾക്ക് പോയി അങ്ങോട്ടൊക്കെ പറഞ്ഞയച്ചിട്ട് ജോലിക്ക് വേണ്ടി തയ്യാറാക്കി. പിന്നെ കേരള സർക്കാരിൻ്റെ ആയിട്ട് സമഗ്ര
ശിക്ഷ കരിക്കുലം കമ്മിറ്റിയിലെ അംഗമാണ് ബ്രിഡ്കോ എന്ന് പറഞ്ഞത്. അതായത് ഇന്നത്തെ സിലബസിൽ കുട്ടികൾക്ക് എന്തുണ്ട്, മൊബൈലിൻ്റെ റിപ്പയറിങ്ങിൻ്റെ ക്ലാസ്സുകൾ സബ്ജക്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ടീച്ചർമാർക്കുള്ള ട്രെയിനിങ്ങും പരിശീലനവും കൊടുക്കുന്നത് ബ്രിഡ്കോ ആണ്. കൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് TSSC, അതുപോലെ ദുബായ് ഗവൺമെൻറ്റിൻ്റെ KHDA സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള സ്ഥാപനമാണ് ബ്രിഡ്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ KHDA സർട്ടിഫിക്കറ്റ് ഉള്ളതോടും കാലം നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ, അതേപോലെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികളെ സഹായിക്കും.